ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ ചൈനയെ സൈനികമായി സഹായിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് തലവൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ബാൾട്ടിസ്ഥാനിലെ എയർഫീൽഡ് സ്കാർഗോ ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമോ എന്ന വിഷയത്തിൽ ഇന്ത്യ ഇപ്പോഴും അതീവ ജാഗരൂകരാണ്. ഇന്ത്യയെ നേരിടാൻ ചൈന പാകിസ്ഥാന്റെ സഹായം സ്വീകരിച്ചാൽ പിന്നെ തനിക്കതിൽ ഒന്നും പറയാനില്ല എന്നാണ് വ്യോമസേനാ മേധാവിയുടെ നിലപാട്. സ്കാർഡു ചൈന ഉപയോഗിച്ചാൽ അത് ഇന്ത്യക്കൊരു ഭീഷണി തന്നെയാണ്. അതിനനുസരിച്ച് ഞങ്ങളത് കൈകാര്യം ചെയ്യുമെന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ചീഫ് മാർഷൽ RKS ഭദൌരിയ പ്രതികരിക്കുന്നു. So you have to understand the larger picture. Okay, will China operates its assets and take help of Pakistan or deploy from Skardu just to tackle us? That is one. Okay. Second issue, should they do it? What does it mean? If Skardu gets used by China, then and the conflict, we are in a conflict with China, then it is a collusive threat and we'll deal with it accordingly. ലഡാക്കിലെ ഏത് സംഘർഷ സാഹചര്യത്തിലും ചൈനയ്ക്കെതിരെ ഇന്ത്യക്ക് മികച്ച ശക്തി നേടാൻ കഴിയുമെന്നതിൽ തർക്കമില്ലെന്നും ചീഫ് മാർഷൽ RKS ഭദൌരിയ പറഞ്ഞു. ഇന്ത്യൻ സേന വളരെ നല്ല ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ഏത് സാഹചര്യത്തിലും ഇന്ത്യക്ക് ചൈനയെ മുന്നേറാൻ കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. The talks towards disengagement and followed by de-escalations are on, and we do hope that the talks will progress along the lines that are expected. The current progress is slow. What we see is increase in effort to dig in for the winter in terms of forces on ground, in terms of deployments of air assets that have happened in the airfields close by. So we are taking our actions also accordingly. So it will largely depend on how the talks progress. The whole focus is currently on the talks, and we also hope that the talks will progress in the right direction. As far as Air Force is concerned, Defense Forces are concerned, we see the ground reality after that, and our further action will depend upon the ground realities. ഇന്ത്യൻ സേനയുടെ മുന്നോട്ടുള്ള നടപടികൾ അതിർത്തിയിലെ യാഥാർത്ഥ്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ചീഫ് മാർഷൽ RKS ഭദൌരിയയുടെ നിലപാട്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എങ്ങനെ ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഞങ്ങളുടെ തുടർന്നുള്ള നടപടി, വ്യോമസേന മേധാവി കൂട്ടിച്ചേർക്കുന്നു. हमने कई बार इस विषय पे क्लियरली बोला है कि हम किसी भी कन्वेंशनल कॉन्फ्लिक्ट के लिए और किसी भी तरह के कॉन्फ्लिक्ट के लिए फुल्ली प्रिपेयर्ड है, एंड उसमें 2 फ्रंट वॉर भी इंक्लूडेड है. हमारी हमेशा ये फोकस रहता है कि हमारी ऑपरेशनल कैपेबिलिटी करंट थ्रेट सिनेरियो के अगेंस्ट बिल्डअप की जाए, अगेंस्ट प्रिपेयर्ड रहे, एंड हमारी कैपेबिलिटी पूरी तरह से तैयार है 2 फ्रंट वॉर के लिए भी. ഇതിനിടെ 88ാം വാർഷികത്തിൽ ഇന്ത്യൻ വ്യോമസേന ഘാസിയാബാദിലെ ഹിൻഡൻ എയർഫോഴ്സ് ബേസിൽ പൂർണ്ണ വസ്ത്രധാരണ പരിശീലനവും എയർ ഡ്രില്ലുകളും നടത്തി ഒന്നുകൂടി ഉഷാറായി. വ്യോമസേനയുടെ സ്കൈ ഡൈവിംഗ് ടീമായ ആകാശഗംഗയിൽ നിന്നുള്ള പാരാട്രൂപ്പർമാരും പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കൗമുദി TV.